എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി. അത് അരിപ്പൊടിയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്കത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കറിയുടെ കൂടോ ചായയുടെ കൂടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതിന് വേണ്ട സാധനം എണ്ണപ്പത്തിരി അല്ല, പൊരിച്ച പത്തിരിക്ക് വേണ്ട അരിപ്പൊടിയാണ് ഇത്. വറുത്തരിപ്പൊടി 1 കപ്പാണ് എടുത്തേക്കുന്നത് ഞാൻ. ആ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ തിളയ്ക്കാൻ വെക്കുന്നത്. 1 തവി തേങ്ങ, 1 തവി മതി ഉണ്ടോ. പിന്നെ ഒരു 3 ചുവന്നുള്ളി, ഒരല്പം നല്ല ജീരകപ്പൊടി. ഇത് നമുക്കൊന്ന് തോരനൊക്കെ ചായക്കുന്ന പോലെ ഇതിലിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചായക്കണേ. ഒരു 3 ഉള്ളി, ഇച്ചിരി ഒരു ശകലം ജീരകപ്പൊടി. ജീരകം ഉണ്ടെങ്കിലും ഇട്ടാൽ മതി. ഞാൻ ജീരകപ്പൊടി എൻ്റെ കയ്യിലുള്ള അതാണ് ജീരകപ്പൊടി ഇട്ടത്. ഇതൊന്ന് ചതച്ച് തോരൻ്റെ പോലെ എടുക്കണം. നമുക്ക് വെള്ളം അടുപ്പേ വെക്കാം. 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി അത് തിളയ്ക്കാറായിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളം ഒഴിക്കണേ. 1 സ്പൂൺ നെയ്യാണ് നമ്മളതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്കോ നെയ്യില്ലെങ്കിലോ ഓയിൽ ചേർക്കാവേ. നമ്മളിവിടെ നെയ്യാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടണേ. ആവശ്യത്തിനൊരു ഉപ്പ് അത് നോക്കിയിട്ടിടണേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കണേ. ഈ നെയ്യും ഈ ഉപ്പുപൊടിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നല്ല തിളയ്ക്കുമ്പോൾ പൊടി കുറച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാവേ. വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനുണ്ട്. എല്ലാം കൂടെ ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് പൊടി കുറച്ചിട്ടിട്ട് കൊടുക്കണേ, അല്ലേ കട്ട കിട്ടും. പിന്നെ നമുക്ക് ചെറുതീയിലാണ് വെക്കുന്നത്. വലിയ തീയിട്ടാൽ കരിഞ്ഞു പോവുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് കിണ്ടിയെടുക്കുക. ഇടിയപ്പത്തിന് ഒക്കെ ഇങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത്. അതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ട് ചെറു ചൂടോട് നമുക്ക് പരത്തിയെടുക്കണം. ചെറു ചൂട്. ഇപ്പോൾ ചൂടുണ്ടെങ്കിൽ കൈ വെള്ളം തൊട്ട് നനച്ച് പരത്തിയാൽ മതി. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇതിൻ്റെ എണ്ണപ്പത്തിരിയുടെയൊക്കെ ഇത് വരത്തില്ല. അത്രയും മതിയേ. നമ്മളിത് കിണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണേ. ഇച്ചിരി ചൂട് ആറട്ടെ. അതിന് വേണ്ടി നമ്മളൊന്ന് അടച്ചു വെക്കുമോ. എന്നാലും ചെറു ചൂട് വേണം കുഴയ്ക്കാൻ. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത്രയും മതിയേ. മാവെല്ലാം വെന്ത് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ച് 1 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാവേ. നമ്മൾ ആ മാവ് വേറൊരു പാത്രത്തിലേക്കിട്ട് നമ്മുടെ ആ വെള്ളം കറക്റ്റായിരുന്നു. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുവാണ്. അതെന്നാണ് ഒരു മുരിയാനും ഒരു കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിയിലെ മൈദ 2 ടേബിൾ സ്പൂണാണ്. പിന്നെ നമ്മൾ ആ തേങ്ങയും ഉള്ളിയും ജീരകപ്പൊടിയും കൂടെ, ജീരകമാണേലും മതി ചതച്ചത്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ലാസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എള്ളും കൂടെ, കറുത്ത എള്ളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചിലർ കരിഞ്ജീരകം ഇടും, എള്ളും ഇടും. ഞാനിവിടെ എള്ളാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതൊന്ന് കുഴക്കണം ചൂടോടെ. ചൂടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ മുക്കി ഒന്ന് കുഴച്ചാൽ മതിയേ. ചൂട് കാണും. ഇങ്ങനെ നമ്മൾ കൈ മുക്കി കുഴച്ച് കൊടുക്കണം. ചെറു ചൂട് വേണം, അല്ലെങ്കിൽ അത് അതിൻ്റെ ഷേപ്പ് ഒക്കത്തില്ല. കൈ പൊള്ളുന്നുണ്ട്, പക്ഷേ ആ രീതിയിൽ എടുത്താൽ മതി. നമുക്കതിലേക്ക് ഈ കറുത്ത എള്ളിടാവേ. കരിഞ്ജീരകവും ഇടാം. ഞാനിവിടെ അല്പം എള്ളാണ് ഇട്ടേക്കുന്നത്, കറുത്ത എള്ള. ഇനി ഇത് നമുക്ക് വീണ്ടും എല്ലാം കൂടെ കുഴച്ചെടുക്കണേ. കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പോലെ പരത്തി കാണിക്കാം. നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡിയായി കുഴച്ച് വേണ്ട. ഇതേപോലെ നല്ല സോഫ്റ്റിലാക്കിയിട്ടുണ്ട് മാവ് കണ്ടോ. ഇനി നമുക്കിത് 2ആക്കി മുറിച്ചിട്ട്, മാവാണ് 2ആക്കി മുറിച്ചിട്ട് നമുക്കൊരു വലിയൊരു ബോളാക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ കട്ടിക്ക് പരത്തണേ.
അത് ഇച്ചിരി മൈദാപ്പൊടി കുടഞ്ഞിട്ട് പരത്തിയാൽ മതി. ഇങ്ങനെ 2 ഉണ്ടയാക്കുക നമ്മൾ. ഒരുണ്ട ഇത്, ഒരുണ്ട അതും, അങ്ങനെ 2 ഉണ്ടയാക്കുവാണ്. എന്നിട്ട് നമുക്കത് പരത്തി ചപ്പാത്തി പോലെ പരത്തിയിട്ട് മുറിച്ച് എടുത്ത് എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിക്കാം. മൈദ കുടഞ്ഞാണ് ചപ്പാത്തിക്ക് പരത്തുന്നത്. നമുക്കത് പരത്താം. കുഴച്ച് വെച്ച മാവ് ചപ്പാത്തി പോലെ പരത്തിയിട്ടുണ്ട്. അത് ഇച്ചിരി മൈദ ഇങ്ങനെ കുടഞ്ഞാണ് പരത്തുന്നത്. ഒത്തിരി അങ്ങ് പരത്തിയാൽ വിട്ടു പോകും. എന്നാലും ചപ്പാത്തിയേക്കാൾ കട്ടിയുണ്ട്. നമുക്കിത് ഇതൊരു പാത്രം വെച്ച് ഇതൊരു അടപ്പാണ്. ഈ അടപ്പ് വെച്ച് മുറിക്കാതെ, നിങ്ങളുടെ കയ്യിൽ ഏതാ അങ്ങനെ മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ച് മുറിച്ചാൽ മതിയേ. വേണ്ട, ഈ കനത്തി വേണേ. ഉണ്ടോ, ഈ കനത്തി വേണേ. അടുത്തതും നമുക്കിങ്ങനെ മുറിച്ചെടുക്കാവേ. ഇതും ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാവേ. അങ്ങനെ ഈ ബാക്കി ഇത് ചപ്പാത്തിയുടെ ഇത് നമുക്ക് വീണ്ടും കുഴച്ച് അതിലോട്ടാക്കിയിട്ട് ഉണ്ട പരത്തി ഇങ്ങനെ മുറിച്ചും കുഴച്ചും എടുക്കാവേ. ഇനി നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിക്കാം. നമ്മളങ്ങനെ എണ്ണപ്പത്തിരി അല്ല, പൊരിച്ച പത്തിരിക്ക് ഇങ്ങനെ വട്ടം മുറിച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയേക്കാൾ കനം വേണം ഇത് മുറിക്കുന്നത്. ഒടിഞ്ഞു പോകരുത്, അരിപ്പൊടി ആയതുകൊണ്ട് പതുക്കെ പരത്തണം. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കാം. നമുക്ക് 2 എണ്ണം വെച്ചിടാവേ. ഒത്തിരി ഇട്ടാലേ ചിലപ്പോൾ ഇത് ആ എള്ളൊക്കെയാണ് പൊങ്ങി വരുന്നത്. ഒത്തിരി ഇട്ടാൽ ചിലപ്പോൾ ഇത് ഇടയില്ലാത്തതുകൊണ്ട് മൊരിയത്തില്ല. ഒരു വശം മൂത്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. ഇത് പൊങ്ങി വരുന്നുണ്ട്, നമുക്കിത് മറിച്ച് കൊടുക്കാവേ. ഇത് കണ്ടോ, പൊങ്ങിയത് കണ്ടോ. ഇങ്ങനെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കിതെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വറുത്ത് കോരി എടുക്കാവേ. ഒത്തിരി ഇടണ്ട. ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അടുത്തതും വറുത്ത് കോരാം. തീ കുറച്ച് വെക്കണേ, അല്ല എങ്കിൽ പിന്നെ ഇത് പുറം മൊരിയുകയും ചെയ്യും, അകം വേഗത്തില്ല. ഇതിപ്പം എന്തേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടു, നല്ല ഇതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഇതായിരിക്കും. അതേ ഉണ്ടോ. ഇനി അതും നമുക്ക് മറിച്ച് കോരി ഇതുപോലെ എടുക്കാം. നമ്മളിതെല്ലാം വറുത്ത് കോരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിയേക്കാൾ ഇച്ചിരി കനത്തി പരത്തിയിട്ട് ഷേപ്പാകുന്ന എൻ്റെ കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ പാത്രമോ എന്തെങ്കിലും വെച്ച് മുറിച്ചെടുത്താൽ മതി. നല്ല ഇതാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അരിപ്പൊടി വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിന് എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി എന്ന് പറയും. ഇങ്ങനെ നമ്മുടെ എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കടിഞ്ചായമായിട്ടാണ് ഇത് കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും. ഇത് അരിപ്പൊടി തയ്യാറാക്കുന്നതാണ്. ആ തേങ്ങ ഇട്ടപ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കിയിട്ട് ഒരു ചെറിയ മധുരവും കൂടെ ഉണ്ട്. ഇതൊരെണ്ണം ഞാൻ പൊടിച്ച് കാണിക്കാവേ. കണ്ടോ, ഇതിനകമൊക്കെ ഇരിക്കുന്നുണ്ടോ. ഉണ്ടോ, നല്ലൊരു സോഫ്റ്റാണ് അകമൊക്കെ. ആ എള്ളിൻ്റെയും തേങ്ങയുടെയും ഇതുമല്ല. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഇവിടം വരെ എത്തിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഇതിലൂടെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണം. പിന്നെ എൻ്റെ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.